തിരുവനന്തപുരത്ത് ആശുപത്രി സ്റ്റാഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് സ്വദേശി അലീഷ ഗണേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷാദരോഗം മൂലമുള്ള ആത്മഹത്യയെന്ന് പോലീസ് കേസെടുത്തു. വിശദമായ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, എപ്പോഴാണ് ഈ നഴ്സിനെ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുവാൻ സാധിച്ചത്? കൂടുതൽ വിവരങ്ങൾ. സിന്ദൂരി ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിയായിട്ടുള്ള അലീഷ ഗണേശനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തിരുവനന്തപുരം ശാസ്തമംഗലം SP ഫോർട്ട് ആശുപത്രിയിലെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ ജോലിക്കാരിയായിരുന്നു. 2 ദിവസമായിട്ട് അവർ ജോലിക്ക് എത്താത്തതിനെ തുടർന്ന് ഇത്തരത്തിൽ കൂടെ ജോലി ചെയ്യുന്നവരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവരുടെ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയിരുന്നത്. പരാതിക്ക് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ ഇവരുടെ മുറിയിൽ നിന്നും ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു. അത് വിഷാദ രോഗത്തിന് അടിമയായിരുന്നു എന്നാണ് പോലീസ് നിലവിൽ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മരിക്കുകയാണെന്നും, ആത്മഹത്യ ചെയ്യുകയാണെന്നും, അതുപോലെ തന്നെ തന്റെ മരണത്തിന് പിന്നിൽ മറ്റാരുമില്ലെന്നും ഈ പെൺകുട്ടി തന്റെ ആത്മഹത്യാ കുറിപ്പിൽ കുറിച്ചിട്ടുണ്ട്. 28 വയസ്സാണ് പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. സിന്ധൂരി. ശരി, വ്യക്തമാണ് സാരംഗ്. തിരുവനന്തപുരത്ത് ആശുപത്രി സ്റ്റാഫിനെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് സ്വദേശി അലീഷ ഗണേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാ കുറിപ്പ് താമസ സ്ഥലത്തു നിന്നും കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ വിഷാദരോഗത്തിന് അടിമയാണെന്നും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കാത്തതുകൊണ്ടുള്ള ആത്മഹത്യയാണെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സാരംഗാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.